മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഇ.ഡി. റെയ്ഡിനെത്തിയ ശേഷം മടങ്ങുമ്പോൾ CPM പ്രവർത്തകർ നടത്തിയ ആക്രമണമുണ്ടായ സംഭവത്തിൽ ഇപ്പോൾ അറസ്റ്റിലായവരുടെ എണ്ണം 8 ആയിരിക്കുകയാണ്. ആക്രമിച്ച പ്രതികളെ 300ഓളം പേരെ കണ്ടാനറിയാവുന്ന 300ഓളം പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. അതേസമയം ഇന്ന് 3 പേരെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇതോടെ സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8 ആയതായാണ് സൂചന. കേസിൽ ഇന്ന് നരുവാമൂട് സ്വദേശിയെയും വട്ടിയൂർക്കാവ് സ്വദേശികളെയുമാണ് ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കോട്ടയത്ത് നിന്നാണ്. ഇന്ന് നരുവാമൂട് സ്വദേശി കിരൺ, വട്ടിയൂർക്കാവ് സ്വദേശി അനിൽ, അമൽ എന്നിവരെയാണ് പിടികൂടിയത്. അമലിനെയാണ് കോട്ടയത്ത് നിന്ന് പിടികൂടിയത്. അതേസമയം CPM കഴിഞ്ഞ ദിവസം കേസിൽ അറസ്റ്റ് ചെയ്തത് CPM ബ്രാഞ്ച് സെക്രട്ടറി നിതിൻ രാജ്, DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാഹിൻ, നേമം ബ്ലോക്ക് സെക്രട്ടറി ശ്രീജിത്ത്, മേഖലാ കമ്മിറ്റി അംഗം ജീവൻ, കാരവിള യൂണിറ്റ് സെക്രട്ടറി മനോജ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. ഇവരുൾപ്പെടെയാണ് കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുള്ളത്. വധശ്രമം, നിയമവിരുദ്ധമായി സംഘം ചേരൽ, കലാപമുണ്ടാക്കൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള, അതായത് ഒരുപക്ഷെ അന്യായമായി തടഞ്ഞുവെക്കൽ, മനഃപൂർവ്വം പരിക്കേൽപ്പൽ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പിണറായി വിജയൻ്റെ വീടിൻ്റെ സ്ഥലം ഇരിക്കുന്നത് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ്. ഇവിടെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇന്ന് 5 പേരെയാണ് റിമാൻഡ് ചെയ്തതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ED ഉദ്യോഗസ്ഥർക്കായ ആക്രമണത്തിൽ ഇവർക്കെതിരെ മറ്റൊരു കേസ് കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പോലീസുകാർക്കെതിരെ ഉണ്ടായ ആക്രമണം കൂടി കേസിലേക്ക് മാറാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. അതേസമയം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനെ ഇന്ന് വീട്ടിലേക്ക് വിളിപ്പിച്ച് വിശദീകരണം തേടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടായ സുരക്ഷാ വീഴ്ച സംബന്ധിച്ചാണ് വിശദീകരണം ആവശ്യപ്പെട്ടത്. ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവം ദേശീയതലത്തിൽ തന്നെ വലിയ തോതിൽ ചർച്ചയായ സാഹചര്യത്തിലാണ് ഈ നടപടികളിലേക്ക് നീങ്ങിയത്. അതേസമയം റേഞ്ച് DIG ഹിമേന്ദ്ര നാഥിനായിരുന്നു ഇന്നലെ ചുമതലയുണ്ടായിരുന്നത്. ഇന്നലെ ഇത്രയും ഗുരുതരമായ ക്രമസമാധാന സാഹചര്യം ഉണ്ടായിട്ട് പോലും DIG ഉൾപ്പെടെ സ്ഥലത്തെത്തിയില്ല എന്ന ആക്ഷേപമൊക്കെ ഉയർന്നിരുന്നു. ജൂനിയറായ 2 IPS ഉദ്യോഗസ്ഥരാണ് ഇന്നലെ വിഷയം കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ കാര്യം കൈകാര്യം ചെയ്ത രീതി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചോളം, ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു എന്ന സൂചനയാണുള്ളത്. ഇന്ന് പലയിടത്തും പ്രതിഷേധങ്ങളുണ്ടായിട്ടും അത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി സംഘർഷമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരുന്നു. അതേസമയം ഇത് തിരുവനന്തപുരത്ത് അങ്ങനെയല്ല സാഹചര്യം ഉണ്ടായത്. ED ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ഒരു പരിക്കിൽ നിന്ന്, ഒരുപക്ഷെ ഇന്നലെ ഉണ്ടായ ആക്രമണത്തിൽ ED ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ഇത്തരമൊരു സാഹചര്യം സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് തന്നെ വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെ തുടർന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ട് ഇതിൽ വിശദീകരണം, കേന്ദ്ര സർക്കാർ ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് വിശദീകരണം തേടിയതിനെ തുടർന്ന് ആഭ്യന്തരമന്ത്രി ഇന്ന് നേരിട്ട് സംസ്ഥാനത്തെ DGPയോട് ഉൾപ്പെടെ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെടാനുള്ള സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇനിയും അറസ്റ്റ് ചെയ്യാനുള്ള പ്രതികളുണ്ട്. കൂടുതൽ കേസുകൾ ഇവർക്കെതിരെ ഉണ്ടായേക്കാം. ഇപ്പോഴും കണ്ടാലറിയാവുന്ന മുൻ കൗൺസിലർമാരായ IP ബിനു, ആറ്റുകാൽ സ്വദേശിയായ ഉണ്ണി തുടങ്ങിയവരെ ഇപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇവർ ഒളിവിലാണ്. ഇതൊക്കെ എങ്ങനെയാണ് പോലീസ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്, CPM എങ്ങനെയാണ് ഈ വിഷയങ്ങളെ നേരിടാൻ പോകുന്നത് എന്നൊക്കെ കാത്തിരുന്ന കാണണം. ക്യാമറാമാൻ കിരണിനൊപ്പം പ്രമിള ഗോവിന്ദ്, ജീവൻ ന്യൂസ്, തിരുവനന്തപുരം.